ഈശ്വരൻ എന്നുള്ളത് ഒരിക്കലും വേറൊരു വ്യക്തിയല്ല. ഈശ്വരൻ എന്നുള്ള പദത്തിനെക്കാട്ടിൽ ചേരുന്നത് ഈശ്വരിത്വം എന്നാണ്. അതുകൊണ്ടാണ് ദൈവവും നാമും ഒന്നാന്ന് പറയുന്നത് തന്നെ. നോക്കൂ, ഈ സൃഷ്ടിയിൽ മനുഷ്യജീവിതത്തിൻ്റെ അനുഗ്രഹവും ഈ ഈശ്വരിത്വമാണ്. നാം സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ സ്നേഹം എപ്പോഴും നമ്മളെ കുടുക്കിലാക്കുന്ന രീതിയിലാണ് സമൂഹം നമ്മളെ കാണിച്ചു നൽകിയിരിക്കുന്നത്. ഏറ്റവും വലിയ നമ്പർ 1 ട്രാപ്പ് എന്ന് പറയുന്നത് തന്നെ വിവാഹം എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൽ കൊണ്ടേ നമ്മളെ ട്രാപ്പിലാക്കി. അതിനാഘോഷിക്കാൻ വേണ്ടി ഒരു ദിവസവും കൊടുത്തു, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. നോക്കൂ, ഇതല്ല സ്നേഹം. ഒരു വ്യക്തിയോട് മാത്രം ഒതുങ്ങുന്നതല്ല സ്നേഹം. ആ വ്യക്തിയെ, നമ്മുടെ പങ്കാളിയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നോക്കൂ, അതൊരു ഫീലിങ്സ് അല്ലേ. ഈ ഈശ്വരത്വത്തിൽ അതൊരു പരിമിതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന തലത്തിലുണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് സ്നേഹം. നോക്കൂ, മനുഷ്യന് മറ്റു മനുഷ്യനെ, നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കുന്നത് പോലോ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്ന പോലെ, ഇതെല്ലാം തന്നെയും സം ഇമോഷൻസ് അറ്റാച്ച്മെൻ്റ് ആണ്. എന്നാൽ അതിലുപരി തന്നെ ഒരു പ്യുവർ ലവ് ഉണ്ട്, ഒരു നെക്സ്റ്റ് ലെവൽ ഡയമെൻഷൻ ഓഫ് ലവ്. അതിൽ കണ്ടീഷൻസ് ഉണ്ടാവില്ല, ഒരിക്കലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ല. എന്നാൽ ഉള്ളിൽ വളരെ കംഫോർട്ടും സെക്യൂരിറ്റിയും ക്ലാരിറ്റിയും നിറഞ്ഞതായിരിക്കും ആ സ്നേഹം. അത് കണ്ണീന്ന് ഒലിക്കുന്ന സ്നേഹമാണ്. മനസ്സ് ശൂന്യമാണെങ്കിലും കണ്ണീന്ന് ഒലിക്കും ആ സ്നേഹം അനുഭവിച്ചാൽ. നിങ്ങളൊരു വ്യക്തി ശൂലം പിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അതേ അനുഗ്രഹിക്കുന്ന കൈ കാണിച്ചാലൊന്നും അല്ല കരയുന്നത്. സ്നേഹം യഥാർത്ഥമായി ഒഴുകുമ്പം മറ്റുള്ളവർക്കും അനുഭവിക്കാൻ കഴിയും. സ്നേഹം നമ്മുടെ ഗുണമാണ്. അതാണ് പറയുന്നത്, നമുക്ക് ദൈവികത്വമാണ് നമ്മളിലുള്ളത്. സ്നേഹം മനുഷ്യന് മറ്റു മനുഷ്യനെ സ്നേഹിക്കാൻ സാധിച്ചാൽ, പ്യുവർ ലവായിട്ട് സ്നേഹിക്കാൻ സാധിച്ചാൽ ഈ ഭൂമിയിൽ ഒരു പ്രശ്നവും ഇല്ല. ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഭൂമിയായി തീരും ഇത്.